അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് ആൻഡ് അതിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജറിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ്. അതിൽ വരുന്ന വേരിയസ് ജേണൽ എൻട്രീസും നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജറിൽ ആ ഒരു കേസ് ആവുന്നത് 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ അത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പർച്ചേസ് മെത്തേഡാണ്. ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി പർച്ചേസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി, ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് 2 ട്രീറ്റ്മെൻറ്റിലും സെയിം തന്നെയായിരിക്കും. ട്രാൻസ്ഫറി കമ്പനിയുടെ അക്കൗണ്ട്സിൽ ആണ് ജേണൽ എൻട്രീസിൽ വരുന്ന ഡിഫറൻസസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം നോക്കേണ്ടത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന വാല്യൂസാണ്. അപ്പോൾ നമ്മൾ മേജറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പർച്ചേസ് മെത്തേഡിൽ വരുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഐദർ അറ്റ് ബുക്ക് വാല്യൂ ഓർ അറ്റ് റിവാല്യൂഡ് ഫിഗേഴ്സിലായിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടാകും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂസ്, റീവാല്യൂ ചെയ്തിരിക്കുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഈ ഒരു പർച്ചേസ് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യേണ്ടത് അവരുടെ റീവാല്യൂഡ് വാല്യൂവിലാണ്. ഇനി റീവാല്യൂഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്ക് വാല്യൂവിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ അറ്റ് ബുക്ക് വാല്യൂ ഓർ റീവാല്യൂഡ് ഫിഗേഴ്സ്. ഫസ്റ്റ് കേസ് റെക്കോർഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ റെക്കോർഡിങ് റിലേറ്റഡ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റിസർവ്സിൻ്റെ കേസാണ്. ദ റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് നോട്ട് ബി ടേക്കൺ into the preparation of financial statement അല്ലെങ്കിൽ into the preparation of consolidated or final balance sheet. നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഇൻ ദ നേച്ചർ ഓഫ് മേജറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ജനറൽ റിസർവ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തിരുന്നത്. അല്ലെങ്കിൽ എൻട്രി എഴുതുന്ന സമയത്തും 2 എമൗണ്ട് കൂട്ടിയിട്ടാണ് എഴുതിയിരുന്നത്. ഈ ഒരു പർച്ചേസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലത്തെ ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ റിസർവ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ റിസർവ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ട്രാൻസ്ഫറി കമ്പനിയുടെ റിസർവ്സ് മാത്രം ഫൈനൽ ബാലൻസ് ഷീറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇത് പറയുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ റിസർവ്സ് ആണ്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയാം. അപ്പോൾ ഇത് പറഞ്ഞത് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ റിസർവ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ റിസർവ് ബാലൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ തേർഡ് പറഞ്ഞിരിക്കുന്ന ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പർച്ചേസ് കൺസിഡറേഷൻ ആൻഡ് നെറ്റ് അസറ്റ് റെപ്രസെൻറ്റ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. നമ്മൾ കഴിഞ്ഞ മേജറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് ജനറൽ റിസർവിലേക്കാണ്, ജനറൽ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ നെറ്റ് അസറ്റ് തമ്മിലുള്ള ഡിഫറൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗുഡ് വില്ലായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ടോ ആണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ജേണൽ എൻട്രീസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ ലാസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ആർ ക്യാരി ഫോർവേഡ്. നമ്മൾ പറഞ്ഞു റിസർവ്സ് ട്രാൻസ്ഫറർ കമ്പനിയുടെ റിസർവ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ റിസർവ്സ് നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ
സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് നിങ്ങൾ പോയിൻ്റ് ചെയ്ത് വെക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് അലോവൻസ് റിസർവ്, ഡെവലപ്മെൻറ്റ് അലോവൻസ് റിസർവ്, എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്, പ്രൊജക്റ്റ് എക്സ്പോർട്ട് റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്. ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ടും തരാവുന്ന സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോ പ്രകാരം കമ്പനി കീപ്പ് ചെയ്യുന്ന റിസർവ്സ് ആണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കണ്ടിൻജൻസി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റിസർവ്, സ്പെസിഫിക് ആയിട്ടുള്ള റിസർവ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ തരികയാണെങ്കിൽ ഇത് നിങ്ങൾ ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറി കമ്പനിയുടെയും റിസർവ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് കമ്പനിയുടെയും ആഡ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനത്തെ റിസർവ്സ് ആണെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ അത് കൺസിഡർ ചെയ്യേണ്ട, ഓൺലി ട്രാൻസ്ഫറി കമ്പനിയുടെ റിസർവ്സ് മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രീസിലേക്ക് പർച്ചേസ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ വരുന്ന എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുന്ന സമയത്ത് വരുന്ന എൻട്രിയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു പർച്ചേസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻട്രിയാണ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ നമ്മളുടെ പർച്ചേസ് നമ്മൾ നടത്തിയ ആളുടെ നെയിം. അതുപോലെ തന്നെ ഇവിടെ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഫസ്റ്റ് എൻട്രിയിൽ ചേഞ്ച് ഇല്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസറ്റ്സിൻ്റെ അക്കൗണ്ട് കൂടുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാണ്. സോ അസറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അതും നമ്മൾ ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റമാണ് അസറ്റ്സും ലയബിലിറ്റീസും. ടു ബിസിനസ് പർച്ചേസ്, നമ്മൾ എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റ്സിൽ കൊടുത്താൽ മതി. ബിസിനസ് പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ്. ഇനി ഇവിടെ ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഐദർ അറ്റ് റിവൈസ്ഡ് വാല്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ബുക്ക് വാല്യൂസിനാണ്. അപ്പോൾ റിവൈസ്ഡ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ബുക്ക് വാല്യൂവിൽ റെക്കോർഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫസ്റ്റും സെക്കൻഡും എൻട്രി കമ്പൈൻ ചെയ്തുകൊണ്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുണ്ടാവുക. സോ അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ആൻഡ് ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അതായത് നമ്മൾ ഫസ്റ്റ് 2 എൻട്രീസിൽ വന്നിരിക്കുന്ന ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് എൻട്രിയിൽ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാൻസലായിട്ട് പോവുകയാണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ബാക്കി വരുന്ന എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ആൻഡ് ഫസ്റ്റ് എൻട്രിയിൽ വരുന്ന ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അതാണ് നമ്മളുടെ കമ്പൈൻഡ് എൻട്രി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അസറ്റ്സും അല്ലെങ്കിൽ നെറ്റ് അസറ്റും പർച്ചേസ് കൺസിഡറേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കമ്പൈൻഡ് എൻട്രീൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക. ഇഫ് ദ ടോട്ടൽ ക്രെഡിറ്റ് ഈസ് മോർ ദാൻ ടോട്ടൽ ഡെബിറ്റ് ദ ഡിഫറൻസ് ഈസ് ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. അതായത് നമ്മളുടെ ലയബിലിറ്റി സൈഡ് അസറ്റ്സിനേക്കാളും കൂടുതലാണെങ്കിൽ, അപ്പോൾ ഡെബിറ്റിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ്, അസറ്റ്സിനേക്കാൾ കൂടുതലാണ് ലയബിലിറ്റി ആൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ എങ്കിൽ ആ ഡിഫറൻസ് വരുന്ന ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് വില്ലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താവും, അല്ലെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്നായിട്ട് മാറും.
ഇനി നേരെ തിരിച്ച് നമ്മളുടെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ അസറ്റ് സൈഡാണ് കൂടുതലെന്ന് വയ്ക്കുക. ഇഫ് ദ ടോട്ടൽ ഡെബിറ്റ് ഈസ് മോർ ദാൻ ടോട്ടൽ ക്രെഡിറ്റ്, ദ ഡിഫറൻസ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇനി നമ്മളുടെ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിലെങ്കിൽ നമ്മളുടെ അസറ്റ്സിൻ്റെ വാല്യൂ, നമ്മൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന അസറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ലയബിലിറ്റീസ് ആൻഡ് പർച്ചേസ് കൺസിഡറേഷനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കെന്താ, അസറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റാണ് കൂടുതൽ. അപ്പോൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നാകും. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ടു ക്യാപിറ്റൽ റിസർവ് എന്നും കൂടെ വരും. ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻട്രിയിൽ ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. പർച്ചേസ് മെത്തേഡിൽ ഫസ്റ്റ് വരുന്ന ഒരു ചേഞ്ച് ഇവിടെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ തേർഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ എൻട്രിയിലുള്ള സെയിം തന്നെയാണ്. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഡിബെഞ്ചർ ഓർ ടു ബാങ്ക്. നമ്മളുടെ ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത് അതിൻ്റെ ബേസിസിൽ എൻട്രി വരും. ഇനി ഇവിടെയും നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിബെഞ്ചർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പാറിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കാം, ചില കേസിൽ ഡിസ്കൗണ്ടിലായിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരു പ്രീമിയം എമൗണ്ട് എക്സ്ട്രാ വരുന്നുണ്ടാകും. സോ നമ്മളുടെ എൻട്രി എന്താകും, ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഡിബെഞ്ചർ ആൻഡ് ടു ബാങ്ക് ടു എന്തുകൂടെ വരും, സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ വരും. ഈ മെത്തേഡ് ഈ 3 പേയ്മെൻറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണോ പ്രീമിയത്തിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ 100 റുപ്പീൻ്റെ ഷെയർ 120ക്കാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ 100 റുപ്പി നമ്മൾ ഷെയർ ക്യാപിറ്റൽ കൊടുക്കും, ബാക്കി 20 റുപ്പി സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ച് ഷെയർസ് ഡിസ്കൗണ്ടിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 100 റുപ്പീൻ്റെ നമ്മൾ 90 റുപ്പീസിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഏത് കേസാണെങ്കിലും അത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. നമ്മൾ കുറഞ്ഞ എമൗണ്ടിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടു ഡിബെഞ്ചർ ടു ബാങ്ക്, ഏത് മെത്തേഡാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ കേസ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ അധികം ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതല്ലാതെ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ചോദിക്കാം, ഡെവലപ്മെൻറ്റ് അലോവൻസിൻ്റെ ഒക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. ഇനി അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വരുമ്പോൾ അതിൻ്റെ എൻട്രി എന്താണെന്ന് നോക്കുക. അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് എന്തെങ്കിലും ബാലൻസ് ഷീറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നെക്സ്റ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ബൈ ട്രാൻസ്ഫറി കമ്പനി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡേഷൻ എക്സ്പെൻസ് ഒന്നുകിൽ ട്രാൻസ്ഫറർ കമ്പനി തന്നെ മീറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ചില കേസിൽ ട്രാൻസ്ഫറി കമ്പനി മീറ്റ് ചെയ്യാം. അങ്ങനെ ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ക്യാഷ് ഓർ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും. ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിസർവ്, P&L അക്കൗണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലിക്വിഡേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാം. ലിക്വിഡേഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. ഇനി നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രിലിമിനറി എക്സ്പെൻസ് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി നെക്സ്റ്റ് വരുന്നത്
if there are both goodwill and capital reserve account, goodwill may be set off against capital reserve. നമുക്ക് ക്വസ്റ്റ്യൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഒരു കമ്പനിക്ക് ഗുഡ്വില്ലും ക്യാപിറ്റൽ റിസർവും സെയിം ടൈം വരികയാണെങ്കിൽ ഇതിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ ഗുഡ്വില്ലിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ഓഫ് ചെയ്യും. അതിൻ്റെ എൻട്രിയാണ് 7th എൻട്രി, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഇഫ് എനി ലയബിലിറ്റി ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ട്രാൻസ്ഫറി കമ്പനി ഏതെങ്കിലും ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ, ബാങ്ക്. ഏത് മെത്തേഡ് യൂസ് ചെയ്താണോ ഡിസ്ചാർജ് ചെയ്യുന്നത്. ചില കേസിൽ കമ്പനി എന്ത് ചെയ്യും? ഡിബഞ്ചേഴ്സ് സെറ്റിൽ ചെയ്യും. ഈ ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫറി കമ്പനി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ചിലപ്പോൾ ഷെയർ ക്യാപിറ്റലായിട്ട് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ചില കേസിൽ ഡിബഞ്ചേഴ്സ് തന്നെ ഇഷ്യൂ ചെയ്യും. അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ ഡിബഞ്ചർ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബാങ്കായിട്ടും ക്യാഷായിട്ടും ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ ന്യൂ കമ്പനിയിലേക്ക് ഏതെങ്കിലും ഒരു ലയബിലിറ്റി, ഡിബഞ്ചർ പോലത്തെ ഏതെങ്കിലും ഒരു ലയബിലിറ്റി ട്രാൻസ്ഫറി കമ്പനി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കേസൊക്കെ ഓപ്ഷണലാണ്. ക്വസ്റ്റ്യനിൽ ഐറ്റംസ് വരുന്നതിനനുസരിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്, എൻട്രീസ് ആണ്. ബേസിക്കായിട്ട് വരുന്ന എൻട്രീസ് ഇത്രയാണ്. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുമ്പോഴും ആൻഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നതും അത് നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ്. അപ്പോൾ ഈ ഒരു 8 എൻട്രീസ് നല്ലോണം പഠിച്ചു വയ്ക്കുക. അതിന് ശേഷം ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം.